അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥിനികളെ, സഹോദരിമാരെ, പറപ്പൂർ സബീലുൽ ഹിദായ ഇസ്ലാമിക് കോളേജ് വിദ്യാർത്ഥി സംഘടന അൽ ഹിദായ സ്റ്റുഡൻസ് അസോസിയേഷന് കീഴിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അൽഹാദി ദാവാ വിങ് സംഘടിപ്പിക്കുന്ന മുസ്ലിമ ഓൺലൈൻ വനിതാ കോഴ്സിൻ്റെ ഒരു മൊഡ്യൂളിലാണ് നാം സംഗമിച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഈ മൊഡ്യൂളിൽ നമ്മൾ സംസാരിക്കുന്നത് ഹൈള്, നിഫാസ് രക്തങ്ങളെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട ചില അനുബന്ധ വിഷയങ്ങളുമാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. ആദ്യമായി നമ്മൾ ഹൈളിനെ പറ്റി സംസാരിക്കുമ്പോൾ, ഹൈള് എന്നുള്ളത് ചില പ്രത്യേകമായ സമയങ്ങളിൽ ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിൻ്റെ അങ്ങേയറ്റത്തു നിന്നും പുറപ്പെടുന്ന ഒരു തരം രക്തമാണ് ഹൈള് എന്നുള്ളത്. അതിന് നമ്മൾ മലയാളത്തിൽ ആർത്തവ രക്തം അല്ലെങ്കിൽ മെൻസസ് എന്നൊക്കെ പറയാറുണ്ട്. അതാണ് ഹൈള് എന്നുള്ളത്. ഈ ഹൈള് തുടങ്ങാനുള്ള ഏറ്റവും ചുരുങ്ങിയ പ്രായം എന്നുള്ളത് ചാന്ദ്രവർഷപ്രകാരം, പ്രത്യേകം ശ്രദ്ധിക്കണം, ചാന്ദ്രവർഷപ്രകാരം അല്ലാതെ സൗരവർഷപ്രകാരമല്ല, ചാന്ദ്രവർഷപ്രകാരം 9 വയസ്സ് പൂർത്തിയാവുകയോ അല്ലെങ്കിൽ 9 വയസ്സ് പൂർത്തിയാകാൻ വെറും 16 ദിവസത്തിൻ്റെ ഒരു കുറവുള്ള സമയം, ഈ ഒരു സമയത്തൊക്കെ പുറപ്പെടുന്ന രക്തം ഹൈളായിട്ട് പരിഗണിക്കാവുന്നതാണ്. അപ്പോൾ ചുരുങ്ങിയത് 9 വയസ്സെങ്കിലും ആവണം എന്നർത്ഥം. ചാന്ദ്രവർഷപ്രകാരം 9 വയസ്സ് ആവണം ചുരുങ്ങിയത്. പിന്നെ ചുരുങ്ങിയ ഒരു കാലാവധി, ഹൈളിൻ്റെ ചുരുങ്ങിയ കാലാവധി എന്നുള്ളത് 24 മണിക്കൂറാണ്. അതിനെ കിതാബുകളിൽ പരിചയപ്പെടുത്തുന്ന യൗമും വലയില, ഒരു രാത്രിയും ഒരു പകലും, അതായത് 24 മണിക്കൂറും. പിന്നെ ഹൈളിൻ്റെ ഒരു സാധാരണ ഗതിയിൽ ഹൈൾ ഉണ്ടാവാറുള്ളത് 6-7 ദിവസമാണ്. പിന്നെ കൂടുതൽ സമയം അക്സറുൽ ഹൈൾ, അക്സർ ഏറ്റവും കൂടിയ നിലക്ക് ഹൈൾ ഉണ്ടാവുന്നത് 15 ദിവസമായിരിക്കും. അപ്പോൾ ഈ ഒരു 15 ദിവസത്തിനേക്കാൾ കൂടുതൽ എന്തെങ്കിലും രക്തം വരികയാണ് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് 15 ദിവസമാണല്ലോ ഇവിടെ ഇപ്പോൾ അക്സറുൽ ഹൈൾ പറഞ്ഞത്, ഏറ്റവും കൂടിയ നിലക്കുള്ള ഹൈൾ. അപ്പോൾ ഇതിനേക്കാൾ കൂടുതൽ മൊത്തം ഒരു 18 ദിവസമോ അല്ലെങ്കിൽ 19 ദിവസമൊക്കെ തുടർച്ചയായിട്ട് രക്തം വരികയാണെങ്കിൽ, അങ്ങനെ വന്നാൽ അപ്പോൾ ആ രക്തത്തിൽ നിന്നുള്ള ബാക്കിയുള്ള ഭാഗം, അതായത് 15-ന് പുറമെയുള്ള ഭാഗം ഏതായാലും എന്തായിരിക്കും? ഇസ്തിഹാദത്തായിരിക്കും. ഈ ബാക്കിയുള്ള 3 ദിവസം എന്തായാലും ഇസ്തിഹാദത്തായിരിക്കും. പക്ഷേ ഈ ഒരു 15-ന് ശേഷമുള്ളത് മാത്രമേ ഇസ്തിഹാദത്ത് എന്ന് നമുക്ക് പറയാൻ പറ്റൂല. അതിൻ്റെ ചർച്ച വേറെ ഇൻഷാ അല്ലാഹ് വേറെ മൊഡ്യൂളിൽ വളരെ വിശദമായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ആ ചർച്ചയിലേക്ക് കടക്കുന്നില്ല. ഏതായാലും ഇൻഷാ അല്ലാഹ് നമ്മൾ പറഞ്ഞു പോകുമ്പോൾ ഈ 2 ഹൈളുകൾക്കിടയിൽ, ഇപ്പോൾ ഓരോ മാസങ്ങൾ കൂടുമ്പോൾ ഹൈൾ ഉണ്ടാവുമല്ലോ, ഇങ്ങനെ ഓരോ മാസം കൂടുമ്പോഴുള്ള ഈ 2 ഹൈളുകൾക്കിടയിലുള്ള ഏറ്റവും ചുരുങ്ങിയ ശുദ്ധി എന്ന് പറയുന്നത് 15 ദിവസമായിരിക്കും. പിന്നെ ഈ ശുദ്ധിയുടെ അക്സറിന് ഒരു പരിധിയൊന്നും വെക്കുന്നില്ല. ഏറ്റവും ചുരുങ്ങിയത് 15 ദിവസമെങ്കിലും ശുദ്ധി ഉണ്ടായിരിക്കും എന്നർത്ഥം. അതിലേറ്റവും അക്സർ, ഏറ്റവും കൂടിയ നിലക്കുള്ള ശുദ്ധി എന്ന് പറയുന്നൊന്നുമില്ല കിതാബുകളിൽ. പിന്നെ അടുത്തതായിട്ട് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ഹൈളിൽ ഈ ഒരു അക്സറിനെ തൊട്ട് വിട്ട് കടന്നാലുള്ള അവസ്ഥകൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. അതായത് അക്തറുൽ ഹൈൾ എന്ന് നമ്മൾ ഇവിടെ സംസാരിച്ചത് 15 ദിവസമാണ്. ഏറ്റവും കൂടിയ നിലക്ക് ഹൈൾ ഉണ്ടാവുക 15 ദിവസമാണ്. അപ്പോൾ ഈ 15 ദിവസത്തിനേക്കാൾ കൂടുതലുള്ള ഹൈൾ, അത് എങ്ങനെയാണ് നമ്മളതിനെ കണക്കാക്കുക, അപ്പോൾ അവരെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒന്നാമതായിട്ട് ഈ ഒരു വിഷയത്തിൽ ഇതിനെപ്പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ, അങ്ങനെയുള്ളൊരു സ്ത്രീയെ അതായത് 15 ദിവസത്തേക്കാൾ കൂടുതൽ രക്തം വന്നുകൊണ്ടിരിക്കുന്ന, ഹൈൾ രക്തം വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയെ നമുക്ക് മൊത്തം 5 വിഭാഗങ്ങളായിട്ട് തിരിക്കാൻ പറ്റും. അതിൽ ഒരു വിഭാഗം എന്നുള്ളത് മുബ്തദിഅത്തുൻ മുമയ്യിസത്തുൻ, അവൾ ഹൈള് തുടക്കക്കാരിയായിരിക്കും. അതായത് ഫസ്റ്റായിട്ട് ഹൈള് തുടങ്ങുകയാണ്, അങ്ങനെയുള്ളൊരു സ്ത്രീ ആയിരിക്കും. അതോടുകൂടെ തന്നെ അവൾ മുമയ്യിസത്തായിരിക്കും. അതായത് അവൾക്ക് വന്നുകൊണ്ടിരിക്കുന്ന രക്തത്തിൽ കട്ടിയുള്ള രക്തം, അതുപോലെ തന്നെ കട്ടി കൂടിയ രക്തം, കട്ടി കുറഞ്ഞ രക്തം, ഈ 2 രക്തത്തെയും അവൾക്ക് പരസ്പരം നോക്കിയിട്ട് 2 രക്തത്തെയും വേർതിരിക്കാൻ കഴിയുന്ന കോലത്തിലുള്ളൊരു സ്ത്രീയാണ്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അവൾ എന്ത് ചെയ്യണം? അവൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ആ രക്തത്തിൽ നിന്ന് കട്ടി കൂടിയിട്ട് വരുന്ന രക്തം, കട്ടി കുറച്ച് കൂടുതലുള്ള രക്തം, അത് ഹൈളായിട്ട് പരിഗണിക്കണം. പിന്നെ കട്ടി കുറച്ച് കുറഞ്ഞ രക്തമായിട്ട് വരുന്നത് അത് ഇസ്തിഹാദത്തായിട്ട് പരിഗണിക്കണം എന്നുള്ളതാണ്. പിന്നെ രണ്ടാമതായിട്ട് ഇതിൽ വരുന്ന ചർച്ച മുബ്തദഅത്തുൻ ലാ മുമയ്യിസത്തുൻ, അതായത് ഇങ്ങനെ 5 വിഭാഗം സ്ത്രീകളാക്കി തിരിക്കണം എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഒന്നാമത്തത് പറഞ്ഞു, ഇനി രണ്ടാമത്തത് മുബ്തദഅത്തുൻ ലാ മുമയ്യിസത്തുൻ, അവൾ ഒരു തുടക്കക്കാരിയായ സ്ത്രീയാണ്.
അതോടുകൂടെ തന്നെ അവൾക്ക് എന്താക്കാൻ പറ്റുന്നില്ല, ഈ രണ്ട് രക്തങ്ങൾക്കിടയിലും ഒരു തമീസ് നടത്താൻ കഴിയുന്നില്ല. അതായത് ഒരു തുടക്കക്കാരിയായ സ്ത്രീയാണ്, ഹൈള് ഫസ്റ്റ് തുടങ്ങിയിട്ടുള്ളൂ. പക്ഷേ ഈ രണ്ട് രക്തം നോക്കുമ്പോൾ കട്ടി കൂടിയതെന്നോ അല്ലെങ്കിൽ കട്ടി കുറഞ്ഞതെന്നോ അങ്ങനെ ഒരു തമീസ് നടത്താൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, അവിടെ രണ്ട് കോലത്തിലാണ് പറയുന്നത്. ഒന്നെങ്കിൽ ഇങ്ങനെ വെക്കുക, ഓളെ ഹൈള് ഏറ്റവും ചുരുങ്ങിയ സമയം ഉണ്ടല്ലോ ഹൈളിൻ്റെ, ഒരു ദിവസം. അപ്പോൾ ഈ ഒരു ദിവസമാണ് അവളുടെ ഹൈള് എന്ന് വെക്കുക. എന്നിട്ട് ബാക്കിയുള്ള 29 ദിവസം അവളുടെ ശുദ്ധിയായിട്ട് പരിഗണിക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഒരു ഓലിബ് എന്ന നിലയ്ക്ക് സാധാരണഗതിയിൽ ഹൈൽ ഉണ്ടാവാറുള്ളത് 6-7 ദിവസമാണല്ലോ. അപ്പോൾ ഈ 6-7 ദിവസമാണ് ഇവളുടെ ഹൈല്, ബാക്കിയുള്ള ദിവസങ്ങൾ എന്താണ്, ഇവളുടെ തുഹറാണ്. അങ്ങനെ വെക്കുക. പിന്നെ മുഅ്താദത്തായ സ്ത്രീ എന്ന് പറഞ്ഞാൽ ഇവള് മൂന്നാമത്തെ വിഭാഗമാണ് ഈ സ്ത്രീ. മുഅ്താദത്ത് പറഞ്ഞാൽ അവൾക്ക് മുമ്പ് എന്തായിട്ടുണ്ട്, ഒരു ഹൈലും അതുപോലെ തന്നെ ഒരു തുഹറും മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അവൾക്കറിയാം എൻ്റെ ഹൈൽ എന്ന് പറഞ്ഞാൽ ഇത്ര ദിവസമായിരിക്കുമെന്ന് അവൾക്കറിയാം, അല്ലെങ്കിൽ എൻ്റെ തുഹർ എന്ന് പറഞ്ഞാൽ ഇത്ര ദിവസമായിരിക്കുമെന്ന് അവൾക്കറിയാം. അപ്പോൾ അവൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, അവൾ മുമ്പ് അവൾക്ക് എത്രയാണോ ഹൈൽ ഉണ്ടായിരുന്നത് അത്ര ദിവസം ഹൈലായിട്ടും, എത്രയാണോ തുഹർ ഉണ്ടായിരുന്നത് അത്ര ദിവസം തുഹറായിട്ടും അവൾ എന്താവണം, പരിഗണിക്കണം എന്നുള്ളതാണ്. പിന്നീട് നാലാമത്തത് മൂത്താദത്തുൻ മുമയ്യിസത്തുൻ. അവള് മൂത്താദത്തൊക്കെ തന്നെയാണ്, പക്ഷെ അവൾക്ക് മുമ്പ് ഇതുപോലൊരു ഹൈലും അതുപോലെ തന്നെ ഒരു ശുദ്ധിയൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അവൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഇപ്പോൾക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു രക്തത്തിനിടയിൽ അവൾക്ക് തമീസ് നടത്താൻ പറ്റുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവൾ എന്ത് ചെയ്യണം, അവള് അവിടെ തമീസ് കൊണ്ടാണ് ഹുക്മ ചെയ്യേണ്ടത്. അതായത് അവൾ നോക്കിയിട്ട് കട്ടി കൂടിയ രക്തം എന്നുള്ളത് ഹൈലായിട്ടും കട്ടി കുറഞ്ഞ രക്തം എന്തായിട്ടും ഇസ്തിഹാദത്തായിട്ടും ഇവൾ പരിഗണിക്കണം എന്നുള്ളതാണ്. പിന്നെ അഞ്ചാമത്തെ വിഭാഗം മുത്തഹയ്യിറത്താണ്. മുത്തഹയ്യിറത്ത് എന്ന് പറഞ്ഞാൽ അവൾക്ക് മുമ്പ് ഒരു ആദത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഹൈലിൻ്റെ വിഷയത്തിൽ ഹൈല് മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ ഇവൾ ഈ ആദത്ത് മറന്നിക്കാണ്. എത്ര ദിവസമായിരുന്നു എൻ്റെ ഹൈല്, സാധാരണ എനിക്ക് എത്ര ദിവസമാണ് ഹൈൽ ഉണ്ടാവാറുള്ളത്, അത് ഇവൾ മറന്നുപോയി. അപ്പോൾ പിന്നെ ഇവൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ഇവളൊന്നെങ്കിൽ എന്താണ്, ആ മുബത്തദിയത്തിനെ പോലെയാണ്. അതായത് നമ്മൾ ആ തുടക്കത്തിൽ പറഞ്ഞല്ലോ ഒന്നാമത്തെ വിഭാഗം സ്ത്രീകൾ, അപ്പോൾ അവളെ പോലെയാണ് ഇവളും. പിന്നെ വേറെ ഈ ഒരു വിഷയത്തിൽ പറയുമ്പോൾ, ഈ ഒരു മുത്തഹയ്യറത്തിൻ്റെ അവിടെ പറയുമ്പോൾ വളരെ മഷൂറായിട്ട് കിതാബുകളിലൊക്കെ അഭിപ്രായപ്പെടുത്തുന്ന ഒരു അഭിപ്രായമുണ്ട്. അതായത് ഇവളെന്താക്കണം, വളരെ സൂക്ഷ്മതയോട് കൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. ഇഹ്തിയാത്ത് അവൾക്ക് നിർബന്ധമാണ്. കാരണം എന്താ വെച്ചാൽ, ഇവളുടെ എല്ലാ സമയവും അവൾക്ക് എന്തായിരിക്കും, ഹൈലാവാനുള്ള സാധ്യതയുണ്ട്. ഇവളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏത് സമയവും ഇവൾക്ക് ഹൈലാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അവൾ വളരെ ഇഹ്തിയാത്ത്, സൂക്ഷ്മത എന്നുള്ള നിലക്കാണ് അവൾ പെരുമാറേണ്ടതെന്നാണ് പറയണത്. അപ്പോൾ അവളെ സംബന്ധിച്ചിടത്തോളം ഭർത്താവുമായിട്ടുള്ള ശാരീരിക ബന്ധങ്ങൾ, അതുപോലെ തന്നെ നിസ്കാരത്തിലല്ലാതെയുള്ള ഖിറാഅത്ത്, ഇതൊക്കെ എന്തായിരിക്കും, അവളെ സംബന്ധിച്ചിടത്തോളം ഹറാമായിരിക്കും എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവൾ എല്ലാ ഫർളുകൾക്കും അവൾ എന്ത് ചെയ്യേണ്ടി വരും, കുളിക്കേണ്ടി വരും എന്നും കിതാബുകളിൽ പറയുന്നുണ്ട്. അടുത്തതായിട്ട് നമുക്ക് സംസാരിക്കാനുള്ളത് നിഫാസ് രക്തത്തെ പറ്റിയാണ്. നിഫാസ് രക്തത്തെ പറ്റി പറയുമ്പോൾ, അത് ഒന്നുകിൽ പ്രസവത്തിന് ശേഷമോ അല്ലെങ്കിൽ പ്രസവത്തിന് മുമ്പോ അല്ലെങ്കിൽ പ്രസവത്തിന് കൂടെയോ ഗർഭപാത്രത്തിൽ നിന്ന് പുറപ്പെടുന്ന ഒരു തരം രക്തമാണ് നിഫാസ് എന്നുള്ളത്. അതായത് പ്രസവ രക്തം, മലയാളത്തിൽ അങ്ങനെയാണ് അതിന് നമ്മൾ പറയാറുള്ളത്. അപ്പോൾ ഈ ഒരു പ്രസവ രക്തത്തിൻ്റെ ഏറ്റവും ചുരുങ്ങിയ സമയം എന്നുള്ളത് ഒരു സെക്കൻഡാണ് ഈ ഒരു നിഫാസിൻ്റെ ഏറ്റവും ചുരുങ്ങിയ സമയം. ഇതിൻ്റെ ഏറ്റവും അക്സറായ സമയം, ഏറ്റവും കൂടുതൽ നിഫാസ് രക്തം ഉണ്ടാവാനുള്ള സാധ്യതയുള്ള സമയം 60 ദിവസമാണ്. എന്നാലും അതിൻ്റെ ഗാലിബായിട്ടുള്ള സമയം 40 ദിവസമാണ്. സാധാരണഗതിയിൽ ഇത് ഉണ്ടാവാറുള്ള ഗാലിബായ സമയം എന്നുള്ളത് 40 ദിവസമാണ് നിഫാസ് രക്തം ഉണ്ടാവാറുള്ളത്. പിന്നെ നമ്മൾ ഇനി അടുത്തതായിട്ട് ചർച്ച ചെയ്യുന്നത് ഈ ഹൈള് കൊണ്ടും നിഫാസ് കൊണ്ടും എന്തെല്ലാമാണ് ഹറാമാവുക എന്നുള്ളതാണ്. അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അതിൽ നമുക്ക് കാണാൻ പറ്റും, ഹൈള് കൊണ്ടും നിഫാസ് കൊണ്ടും ഹറാമാകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനെ നമ്മൾ ഇവിടെ പരിചയപ്പെടുത്തുകയാണ്. ഒന്നാമതായിട്ട് നിസ്കാരം എന്നുള്ളതാണ്. നിസ്കാരം എന്താകും, ഹൈള് കൊണ്ടും നിഫാസ് കൊണ്ടും ഹറാമാകും. രണ്ടാമതായിട്ട് ത്വവാഫ്. പിന്നെ മൂന്നാമതായിട്ട് മുസ്ഹഫ് ചുമക്കൽ. നാലാമത് മുസ്ഹഫിൻ്റെ ചട്ട തൊടൽ, അതുപോലെ തന്നെ മുസ്ഹഫിലെ പേജുകൾ തൊടൽ, അതുപോലെ തന്നെ പള്ളിയിൽ താമസിക്കുക, പിന്നെ അതുപോലെ തന്നെ ഖുർആൻ പാരായണം ചെയ്യുക, പിന്നെ മലിനീകരണം പേടിച്ചാൽ പള്ളിയിൽ കയറൽ. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം, ഇവിടെ പള്ളിയിൽ താമസിക്കലെന്നും പറഞ്ഞു, അതുപോലെ തന്നെ പള്ളിയിൽ കയറലെന്നും പറഞ്ഞു.
ഇത് രണ്ടും തമ്മിൽ എന്താണ് വ്യത്യാസം? പള്ളിയിൽ താമസിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ പള്ളിയിൽ പോയി ഇത്തികാഫ് ഇരിക്കാം. അത് എന്താണ്? അതേതായാലും ഹറാമാണ്. പിന്നെ ഈ പള്ളിയിൽ കയറൽ എന്താണ്? പള്ളിയിൽ കയറുക എന്ന് പറഞ്ഞാൽ നമ്മൾ പള്ളിയിലേക്ക് വേറെ എവിടേക്കെങ്കിലും പോകുമ്പോൾ പള്ളി വഴിക്കുന്ന് നമുക്ക് എന്താ വേണ്ടത്? പള്ളിയിലൂടെ ഇങ്ങനെ കയറിയിട്ട് അപ്പുറത്തേക്ക് എത്താൻ പറ്റും. ആ കോലത്തിൽ ഉള്ള സംഗതിയാണ് പള്ളിയിൽ കയറുക എന്ന് പറയുമ്പോൾ. അപ്പോൾ ഈ പള്ളിയിലൂടെ എന്താവുക? നമ്മൾ പള്ളിയിലൂടെ കടന്നു പോകുക എന്നൊക്കെ പറയില്ലേ? അപ്പോൾ അതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു തെൽവീത്തിനെ പേടിക്കുമ്പോൾ, അതായത് നമ്മളെ ഈ ഒരു രക്തം കൊണ്ട് പള്ളി മലിനമാവുമോ എന്നൊരു പേടിയുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ ആ ഒരു പ്രവൃത്തി ഹറാമായിരിക്കും. പള്ളിയിലൂടെ ഇങ്ങനെ കടന്നു പോകൽ എന്താണ്? അപ്പോൾ ഹറാമാണ് എന്ന് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ മുട്ടുപൊക്കിളിലുള്ള മുട്ടുപൊക്കിളിനിടയിലുള്ള മുട്ടുപൊക്കിളിനിടയിലുള്ള അവിടെയുള്ള സുഖഭോഗങ്ങളൊക്കെ എന്തായിരിക്കും? ആ സമയത്ത് ഹറാമായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ത്വലാഖ്, ഈ ഒരു സമയത്ത് സ്ത്രീയെ ത്വലാഖ് ചെല്ലൽ ഹറാമാണ്. പിന്നെ ഈ ഒരു ഹൈള്, അപ്പോൾ ഈ വിഷയങ്ങളൊക്കെയാണ് എന്താവുക? ഹൈള് കൊണ്ട് അതുപോലെ തന്നെ നിഫാസ് കൊണ്ടൊക്കെ ഹറാമാകുന്ന വിഷയങ്ങൾ. പിന്നെ അടുത്തതായിട്ട് നമ്മൾ സംസാരിക്കുന്നത് ഹൈള് മുറിഞ്ഞാൽ, അതുപോലെ തന്നെ നിഫാസ് മുറിഞ്ഞാലൊക്കെ കുളിക്കുന്നതിന് മുമ്പ്, ഹൈള് അതുപോലെ തന്നെ നിഫാസ് മുറിഞ്ഞാൽ കുളിക്കുന്നതിന് മുമ്പ് ആകെ 2 കാര്യങ്ങൾ മാത്രമേ എന്താവുള്ളൂ? ഹലാലാവുള്ളൂ. ഏതൊക്കെയാണ് 2 കാര്യങ്ങൾ? ഒന്ന് നോമ്പ്, മറ്റൊന്ന് ത്വലാഖ്. ഈ 2 കാര്യങ്ങളല്ലാത്ത ബാക്കി നമ്മളിവിടെ പറഞ്ഞ ഈ ഹറാമായ കാര്യങ്ങളുണ്ടല്ലേ, നമ്മൾ എണ്ണി പറഞ്ഞില്ലേ, ഈ ഹറാമായ കാര്യങ്ങളൊക്കെ എന്താണ്? കുളിക്കുന്നത് വരെ ഈ സാധനങ്ങളൊക്കെ ഹറാം തന്നെയാണ്. ഈ 2 കാര്യങ്ങൾ മാത്രമേ കുളിക്കുന്നതിന് മുമ്പായിട്ട്, ഹൈള് രക്തമോ നിഫാസ് രക്തമോ മുറിഞ്ഞതിന് ശേഷമായിട്ട് കുളിക്കുന്നതിന് മുമ്പായിട്ട് ഈ 2 കാര്യങ്ങൾ മാത്രമേ ഹലാലാവുകയുള്ളൂ. പിന്നെ അടുത്തായിട്ട് നമുക്കിവിടെ സംസാരിക്കാനുള്ളത് ഈ ഹൈള് അതുപോലെ തന്നെ നിഫാസ്, ഈ 2 രക്തം മുറിഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നമ്മൾ ശുദ്ധിയാവാൻ വേണ്ടി നമ്മൾ കുളിക്കണമല്ലോ. അങ്ങനെ കുളിക്കുമ്പോഴല്ലേ നമ്മൾ ശുദ്ധിയാവുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ കുളിക്കേണ്ടത്? അതിൽ ആ കുളിയുടെ 2 ഫർളുകളാണ് പ്രധാനമായിട്ടുള്ളത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ്. ഒന്നാമതായിട്ട് നിയ്യത്ത്. ഏതൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായ കാര്യമാണ് നിയ്യത്ത് എന്നുള്ളത്. അതായത് ഇപ്പോൾ ഇവിടെ കുളിയുടെ നിയ്യത്തിനെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ ഒന്നുകിൽ എന്ത് വെക്കാം? നിസ്കാരത്തിന് വേണ്ടിയുള്ള കുളി ഞാൻ കുളിക്കുന്നു എന്ന് വെക്കാം. അല്ലെങ്കിൽ എന്ത് വെക്കാം? കുളിയുടെ ഫർളിനെ ഞാൻ വീട്ടുന്നു എന്ന നിയത്ത് വെക്കാം. അല്ലെങ്കിൽ എന്ത് നിയത്ത് വെക്കാം? അശുദ്ധിയെ ഉയർത്തുന്നു എന്നുള്ള നിയത്ത് വെക്കാം. ഇങ്ങനെ ഒക്കെ പരമാവധി ഈ ഒരു കോലത്തിലുള്ള നിയത്തൊക്കെ വെക്കണം. അല്ലാതെ വെറുതെ ചെന്ന് പോയിട്ട് ഞാൻ കുളിക്കുന്നു എന്നുള്ള നിയത്ത് മാത്രം വെച്ചാൽ മതിയാവില്ല. അത് മാത്രം മതിയില്ല എന്നും നമ്മുടെ കിതാബുകളിൽ ഫുഖഹാക്കൾ പരിചയപ്പെടുത്തുന്നുണ്ട്. പിന്നെ ഈ നിയ്യത്തിൻ്റെ സമയത്ത് തന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നിയ്യത്ത് എന്നുള്ളത് ആ കുളിയുടെ ആദ്യ ഭാഗവുമായിട്ട് അന്വരിച്ച് വരണം. എന്ന് വെച്ചാൽ ഏത് ഭാഗമാണോ കുളിയിൽ നിന്ന് നമ്മൾ ഏത് ഭാഗത്താണോ ആദ്യമായിട്ട് വെള്ളം ഒഴിക്കുന്നത് ആ സമയത്ത് നമ്മുടെ മനസ്സിൽ ഈ നിയ്യത്ത് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അല്ലാതെ നമ്മൾ ആദ്യം നിയ്യത്ത് വെക്കാതെ ആദ്യം തലയിൽ വെള്ളം ഒഴിച്ചു അതിന് ശേഷമാണ് നമ്മൾ നിയ്യത്ത് വെക്കുന്നത് എന്നുണ്ടെങ്കിൽ വീണ്ടും തലയിൽ വെള്ളം ഒഴിക്കൽ എന്താണ്? നിർബന്ധമാണ്. അല്ലാതെ എന്താവില്ല? കുളി ശരിയാവില്ല എന്ന് ചുരുക്കം. പിന്നെ രണ്ടാമതായിട്ട് ഇതിൻ്റെ ഒരു ഫർളായിട്ട് വരുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഫർള് എന്താണ്? നിയ്യത്ത്. രണ്ടാമത്തെ ഫർള് മുടിയും അതുപോലെ തന്നെ തൊലിയും ഇതെല്ലാം വെള്ളം കൊണ്ട് വ്യാപകമാക്കി കഴുകണം എന്നുള്ളതാണ്. അപ്പോൾ ഇത് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ ശരീരത്തിലുള്ള നഖങ്ങൾ, അതുപോലെ തന്നെ മുടികൾ, നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും, പ്രത്യേകിച്ച് സ്ത്രീകൾ ഒക്കെ ഖളാഉൽ ഹാജത്തിന് ഇരിക്കുമ്പോൾ അവരുടെ ശരീരത്തിൽ നിന്ന് വ്യക്തമാകുന്ന ഭാഗങ്ങൾ, ലാഹിറാകുന്ന ഭാഗങ്ങൾ ഏതെല്ലാം ഉണ്ടോ ആ ഭാഗങ്ങളെല്ലാം എന്താവണം? വളരെ സൂക്ഷ്മതയോടുകൂടി ആ ഭാഗങ്ങളിലൊക്കെ വെള്ളം എത്തുന്നുണ്ടോ എന്നൊക്കെ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് ആ ഭാഗങ്ങളൊക്കെ കഴുകണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ കണ്ണിൻ്റെ പീളക്കുഴികൾ, അതുപോലെ തന്നെ ചെവിയുടെ പിൻഭാഗങ്ങൾ, മുൻഭാഗങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള ചുളിവുകൾ, മടക്കുകൾ, ഇവിടങ്ങളിലൊക്കെ വെള്ളം എത്തൽ ഒക്കെ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടെ കൈകാര്യം ചെയ്യണം. ഇവിടേക്കൊക്കെ വെള്ളം എത്തുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തൽ നിർബന്ധമാണ്. ഇനി ഈ കുളിയുടെ സുന്നത്തുകളെ പറ്റി നമുക്ക് സംസാരിക്കാം. ഒന്നാമതായിട്ട് കുളിയുടെ സുന്നത്ത് ഇസാലത്തുൽ ഖദർ, അതായത് എന്തെങ്കിലും മ്ലേച്ഛമായ സംഗതികൾ ഉണ്ടെങ്കിൽ ആ സംഗതികളൊക്കെ നീക്കം ചെയ്യുക എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഹൈള്, നിഫാസ്, രക്തത്തിൻ്റെ എന്തെങ്കിലും അസറുകളൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ മനീയൊക്കെ ആണെന്നുണ്ടെങ്കിൽ മനീൻ്റെ അസറുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ നീക്കം ചെയ്യേണ്ടി വരും. പിന്നെ രണ്ടാമതായിട്ട് പരിപൂർണമായിട്ടുള്ള നിലക്ക് ഒരു വുളൂ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ മൂന്നാമത്തെ സുന്നത്ത് എന്നുള്ളത്
നമ്മുടെ ശരീരത്തിലുള്ള ചുളിവുകൾ, മടക്കുകൾ ഇവിടങ്ങളിലേക്കൊക്കെ വെള്ളം എത്തുന്നുണ്ടോ എന്നൊക്കെ ഉറപ്പിച്ച് അവിടെയൊക്കെ നല്ല സൂക്ഷിച്ച് കഴുകുക എന്നുള്ളതാണ്. പിന്നെ നാലാമത്തെ സുന്നത്ത് നമ്മുടെ തലയിൽ വെള്ളമൊഴിക്കുക. നാലാമത്തത് തലയിൽ വെള്ളമൊഴിക്കുക. പിന്നെ അഞ്ചാമത്തത് നമ്മുടെ വലതുഭാഗത്ത് വെള്ളമൊഴിക്കുക. പിന്നെ ആറാമത്തത് നമ്മുടെ ഇടതുഭാഗത്ത് വെള്ളമൊഴിക്കുക. പിന്നെ ഏഴാമത്തെ സുന്നത്ത് എല്ലാ ഭാഗങ്ങളും നന്നായിട്ട് ഉരച്ച് കഴുകുക. ചളിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എന്തായി പോകാൻ വേണ്ടി, നീങ്ങി പോകാൻ വേണ്ടി ഉരച്ച് കഴുകുക. പിന്നെ എട്ടാമത്തത് എല്ലാം മൂന്ന് പ്രാവശ്യം ചെയ്യാം. വുളൂല് നമ്മൾ ചെയ്യണ പോലെ തന്നെ മൂന്ന് പ്രാവശ്യം. അപ്പോൾ തലയിൽ 3 വട്ടം വെള്ളം ഒഴിക്കുക, വലതുഭാഗത്ത് 3 വട്ടം വെള്ളം ഒഴിക്കുക, ഇടതുഭാഗത്ത് 3 വട്ടം വെള്ളം ഒഴിക്കുക. അങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ ഹൈലുകാരി കസ്തൂരി പോലെയുള്ള സാധനങ്ങൾ കൊണ്ട് അവളുടെ ഹൈലിൻ്റെ എന്തെങ്കിലും അസറുകളൊക്കെ ഉണ്ടെങ്കിൽ ആ അസറുകളൊക്കെ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് എന്താവുക, കസ്തൂരി പോലെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് അതൊക്കെ ഉപയോഗിച്ചിട്ടൊക്കെ കഴിക്കുക. അപ്പോൾ അതൊന്നും കൂടി എന്താവും, നമ്മുടെ ശരീരത്തിലുള്ള അഴുക്കുകൾ, മാലിന്യങ്ങളൊക്കെ നീങ്ങിപ്പോകാൻ സഹായകരമാകും. പിന്നെ ഇതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ നമുക്ക് പറയാനുള്ളത്, ഇവിടെ നമ്മൾ വുളു ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു നിസ്കാരത്തിന് നമ്മളൊരു വുളു എടുക്കും. ആ വുളു എടുത്തു കഴിഞ്ഞ് നമ്മൾ അടുത്ത നിസ്കാരത്തിന് വീണ്ടും നമ്മൾ വുളു എടുക്കും. അപ്പോൾ അതിനുള്ളൊരു അടിസ്ഥാനം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അവിടെ ഒരു തജ്ദീദുൽ വുളു പുതുക്കുക എന്നുള്ള സംഗതി സുന്നത്താണ്. പക്ഷെ കുളിയുടെ വിഷയത്തിൽ അങ്ങനെ സുന്നത്തൊന്നും ഇല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഇൻഷാ അല്ലാഹ്. അടുത്തതായി നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ കുളിക്കുന്ന സമയത്ത്, നമ്മൾ വുളുവിൻ്റെ സമയത്താണെങ്കിൽ നമ്മൾ ഒരു വക്തിന് ഒരു വുളു എടുത്തു, ഒരു നിസ്കാരത്തിന് ഒരു വുളു എടുത്തു, അത് കഴിഞ്ഞ് അടുത്ത നിസ്കാരത്തിന് വീണ്ടും നമ്മൾ ആ വുളു പുതുക്കും. അപ്പോൾ ഇതിനുള്ള അടിസ്ഥാനം എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ തജ്ദീദുൽ വുളു പുതുക്കി ചെയ്യാന്നുള്ളത് സുന്നത്താണ്. എന്നാൽ കുളിയുടെ വിഷയത്തിൽ അങ്ങനെ സുന്നത്തൊന്നുമില്ല. ഒരു വട്ടം കുളിച്ച് പിന്നെ ആ കുളി പുതുക്കുക എന്നുള്ളത് സുന്നത്തൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കാം ഇൻഷാ അല്ലാഹ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കുളിക്കുന്ന സമയത്ത് ആ കുളിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം ഒരു സ്വാഇനേക്കാൾ കുറയാതിരിക്കൽ സുന്നത്തുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ അടുത്തായിട്ട് സംസാരിക്കാനുള്ളത് ഈ ഹൈള് നിഫാസുമായി ബന്ധപ്പെട്ട ചില മസ്അലകൾ, ഏകദേശം 13ഓളം മസ്അലകൾ ഇൻഷാ അല്ലാഹ് ഇവിടെ സംസാരിച്ച് അതോടുകൂടെ ഇൻഷാ അല്ലാഹ് ഈ മൊഡ്യൂൾ നമുക്ക് അവസാനിപ്പിക്കാം. 1. ഹൈലുകാരിയോ നിഫാസുകാരിയോ രക്തം പുറപ്പെട്ടുകൊണ്ടിരിക്കെ വുളൂ എടുക്കാൻ പാടില്ല. അത് ഹറാമാണ്. ഉദാഹരണത്തിന് ഉറങ്ങാൻ വേണ്ടിയോ മറ്റൊക്കെ ആയിട്ട് ഹൈലുകാരിയോ നിഫാസുകാരിയോ രക്തം പുറപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വുളൂ എടുക്കാൻ പാടില്ല. അത് അവൾക്ക് ഹറാമാണ്. 2. രക്തം മുറിഞ്ഞതിന് ശേഷം കുളിക്കുന്നതിന് മുമ്പ് തിന്നാനോ ഉറങ്ങാനോ ഉദ്ദേശിക്കുമ്പോൾ വുളൂ എടുക്കലും അവളുടെ ഗുഹ്യഭാഗം കഴുകലും സുന്നത്താണ്. 3. ജനാപത്തുകാരിക്കും ജനാപത്തുകാരനും തിന്നാനോ ഉറങ്ങാനോ ഉദ്ദേശിക്കുമ്പോൾ വുളൂ എടുക്കൽ സുന്നത്താണ്. 4. ഇഹ്റാമിന് മുമ്പ് സുന്നത്തായ കുളിയും കുളിയുടെ മുമ്പ് സുന്നത്തായ മറ്റ് കർമ്മങ്ങളും ഹൈലുകാരിക്കും നിഫാസുകാരിക്കും എല്ലാം സുന്നത്താണ്. 5. നിർബന്ധമോ സുന്നത്തോ ആയ ഏത് കുളിക്ക് മുമ്പും വുളൂ സുന്നത്താണ്. അത് ഹൈലുകാരിക്കും സുന്നത്താണ്. 6. ഹൈലുകാരിക്ക് മയ്യത്ത് കുളിപ്പിക്കൽ ജായിസാണ്. അങ്ങനെ മയ്യത്ത് കുളിപ്പിച്ചാൽ അപ്പോൾ മയ്യത്ത് കുളിപ്പിച്ചു എന്നതിൻ്റെ പേരിൽ അവൾക്ക് പിന്നൊരു കുളി കുളിക്കൽ സുന്നത്താണ്. ആ കുളി ഹൈലുകാരിക്കും സുന്നത്താണ്. അപ്പോൾ ആ കുളിയോടനുബന്ധിച്ച് അതിന് മുമ്പ് ചെയ്യുന്ന വുളൂ, ആ വുളൂവും അവൾക്ക് സുന്നത്താണ്. 7. ഖുർആൻ എന്ന ഉദ്ദേശത്തോടെ ഒരു ഹർഫ് പോലും എന്താകാൻ പാടില്ല, ഹൈലുകാരിയോ നിഫാസുകാരിയോ ഓതാൻ പാടില്ല. അപ്പം ഇനി ഖുർആൻ എന്നുള്ള ഉദ്ദേശത്തോട് കൂടെ പറ്റൂല എന്ന് പറഞ്ഞത്, അപ്പം ഇനി ഖുർആൻ എന്നുള്ള ഉദ്ദേശത്തോടു കൂടെയല്ല, ദിക്ർ എന്ന ഉദ്ദേശത്തോടു കൂടെയാണെങ്കിൽ എന്താക്കാം, അവൾക്ക് ഓതാം എന്നുള്ളതാണ്. അതുപോലെ തന്നെ റാത്തീബ്, ഹദ്ദാദ്, മജ്ലിസുനൂറുകളൊക്കെ ഓതാം. കാരണം അതൊക്കെ അതൊക്കെ വിർദുകളായിട്ട് അതല്ലെങ്കിൽ ദിക്റുകളായിട്ട് ഉദ്ദേശിക്കപ്പെടുന്നതാണ്. അല്ലാതെ ഖുർആൻ എന്നുള്ള ഉദ്ദേശം അവിടെ ഒന്നും ഉണ്ടാവാറില്ല. പിന്നെ അതുപോലെ തന്നെ എല്ലാ ദിവസവും കിടക്കുന്നതിന് മുമ്പ് പതിവായിട്ട് ചൊല്ലുന്ന വിർദുകളൊക്കെ ഉണ്ടാവും. ചില ആയത്തുകൾ, ആയത്തുൽ കുർസി, ഇങ്ങനെയുള്ള ചില സംഗതികളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ വെറും ദിക്റുകൾ എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് എന്താക്കാൻ പറ്റും, ഓതാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ തെറ്റ് തിരുത്താൻ വേണ്ടിയിട്ട് എന്താക്കാൻ പറ്റും, ഖുർആൻ ഓതാൻ പറ്റും. ഉദാഹരണത്തിന് നമ്മളെ വീട്ടിൽ എട്ടാമത്തായിട്ട് പറയാണ്, തെറ്റ് തിരുത്താം എന്നുള്ള നിലക്ക് തെറ്റ് തിരുത്തുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് ഖുർആൻ ഓതാൻ പറ്റും. ഖുർആൻ ഓതാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഉദാഹരണത്തിന് നമ്മളെ വീട്ടിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് ഖുർആൻ ഓതുന്ന സമയത്ത് എന്തെങ്കിലും തെറ്റുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട്, അവിടെ എങ്ങനെയല്ല മോനെ എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട്, ആ തെറ്റുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അത് ഓതി കൊടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ 9. ഇശാഇൻ്റെ സമയത്താണ് ഹൈലരക്തം നിലക്കുന്നത് എന്നുണ്ടെങ്കിൽ, ഇശാഇൻ്റെ സമയത്താണ് ഒരു സ്ത്രീയുടെ ഹൈലരക്തം മുറിയുന്നത് എന്നുണ്ടെങ്കിൽ അവൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ആ സമയത്ത് കുളിച്ചിട്ട് ഇശാവും അതോടൊപ്പം തന്നെ
മഗ്രിബും എന്താക്കണം, നിസ്കരിക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരു സ്ത്രീയുടെ ഹൈല് രക്തം മുറിയുന്നത് അസറിൻ്റെ സമയത്താണെങ്കിൽ അവൾ അസറും അതുപോലെ തന്നെ അതിനു മുമ്പ് നിസ്കരിക്കാനുള്ള ളുഹുറും എന്താക്കേണ്ടതാണ്, നിസ്കരിക്കേണ്ടതാണ്. പിന്നെ 10ാമത്തത്, ഈ ഹൈലിൻ്റെ സമയത്തുണ്ടാകുന്ന നിസ്കാരം അത് ഖളാ വീട്ടൽ എന്താണ്, അത് ഖളാ വീട്ടൽ ഹറാമാണ്. ഇനി അങ്ങനെ ഒരു സ്ത്രീ അത് ഖളാ വീട്ടുകയാണ് എന്നുണ്ടെങ്കിലോ അതെന്താവില്ല, സ്വഹീഹ് ആവില്ല, അത് ശരിയാവില്ല എന്നുള്ളതാണ്. പിന്നെ 11ാമത്തത്, മരുന്ന് കൊണ്ടൊക്കെ ഒരു സ്ത്രീ ഹൈലുണ്ടാക്കി, മരുന്ന് കുടിച്ചിട്ട് ഹൈലുണ്ടാക്കി, അല്ലെങ്കിൽ മരുന്ന് കുടിച്ചിട്ട് എന്താക്കി, ഹൈല് നിർത്തിച്ചു, ഇങ്ങനെയുള്ള അവസരങ്ങളൊക്കെയാണ് എന്നുണ്ടെങ്കിൽ അവിടെയും എന്താണ്, സ്വാഭാവികമായിട്ടും ഹൈല് എങ്ങനെയാണോ ഉണ്ടാവാറുള്ളത്, സ്വാഭാവികമായിട്ട് ഉണ്ടാവണം, അതായത് മരുന്നൊന്നും കുടിക്കാതെ ഉണ്ടാവണ ഹൈല് ഉണ്ടാവുമല്ലോ, അവിടെ എങ്ങനെയാണോ ഹുക്കുമുള്ളത് അതേ ഹുക്കുമുകൾ തന്നെയാണ് ഇവിടെ ഉണ്ടാവുക. പിന്നെ 12ാമത്തത്, ഓപ്പറേഷന് ശേഷം അല്ലെങ്കിൽ അബോർഷനൊക്കെ ചെയ്തതിന് ശേഷം ഗർഭപാത്രം രക്തപിണ്ഡത്തിൽ നിന്നോ അല്ലെങ്കിൽ മാംസപിണ്ഡത്തിൽ നിന്നോ കുഞ്ഞിൽ നിന്നോ ഒഴിവായതിനു ശേഷം പെണ്ണിൻ്റെ യോനിയിലൂടെ ഒലിക്കുന്ന രക്തങ്ങളെല്ലാം നിഫാസ് രക്തമായിട്ട് പരിഗണിക്കപ്പെടണം. അത് അങ്ങനെയാണ് ഗണിക്കപ്പെടുക. പിന്നെ 13, ജനാപത്തുകാരന് അതുപോലെ തന്നെ ജനാപത്തുകാരിക്കൊക്കെ രണ്ടാമത് ശാരീരികമെന്ന് ഉദ്ദേശിക്കുമ്പോൾ വുളു സുന്നത്താണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ പലരും ചോദിക്കാറുണ്ട്, ആ സമയത്ത് വുളു ചെയ്തിട്ട് എന്താ കാര്യം? അപ്പോൾ വുളു സുന്നത്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സമയത്ത് വുളു ചെയ്താൽ നമ്മൾ അടുത്ത ജിമാഅ് ചെയ്യണ സമയത്ത്, അടുത്ത ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് അങ്ങോട്ടൊന്നും എത്തണ്ടല്ലോ, ആ ഒരു ഘട്ടത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മൾ തൊലി തമ്മിൽ ചേർന്നാൽ തന്നെ എന്താക്കും, ഈ വുളു മുറിയല്ലോ. അപ്പോൾ ഈ വുളു കൊണ്ട് എന്താണ് പ്രയോജനം എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇവിടെയാണ് ഫുഖഹാക്കൾ പറയണത്, വലനാ വുളു ഉൻ ലാ യുബ്തിലുഹു ഇല്ലൽ ജിമാ, നമ്മുടെ അടുത്ത് ഒരു വുളു ഉണ്ട്, ആ വുളുവിനെ ജിമാ അല്ലാതെ, ശാരീരിക ബന്ധമല്ലാതെ ആ വുളുവിനെ എന്താക്കൂല, ബാത്തിലാക്കൂല. അത് ഏത് വുളുവിനെ പറ്റിയാണ് പറഞ്ഞത്? ഈ വുളുവിനെ പറ്റിയിട്ടാണ് ഫുഖഹാക്കൾ പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ ഹൈള് നിഫാസുമായി ബന്ധപ്പെട്ടിട്ട് സംസാരിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ദുആകളിലൊക്കെ ഉൾപ്പെടുത്താം. നമ്മളിവിടെ പറഞ്ഞതും കേട്ടതും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സ്വാലിഹായ അമലായി നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മളിവിടെ പറഞ്ഞതനുസരിച്ച് കേട്ടതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള തൗഫീക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല, നമ്മൾ പഠിച്ചതനുസരിച്ച് ചെയ്യാനുള്ള തൗഫീക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.